ഷുഗറായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് എങ്ങനെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം, മരുന്ന് തന്നെ കഴിക്കണോ, മരുന്ന് കഴിച്ചാൽ മാത്രമേ മാറുള്ളൂ, അത്തരത്തിലുള്ള പല പല സംശയങ്ങളും ഉണ്ടാവും. അപ്പോൾ ഷുഗറുള്ള ആൾക്കാർക്ക് പൊതുവേ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ള ഡയറ്റ്, എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം, കാരണം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇത് എങ്ങനെ പെട്ടെന്ന് കുറച്ചുകൊണ്ട് വരാം, എന്തൊക്കെ കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. ഒരു 300-ലൊക്കെ ഷുഗർ എത്തുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ ആൾക്ക് പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 300 ഷുഗർ എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം അവർക്ക് പേടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാകാം. അപ്പോൾ അത്തരത്തിൽ നല്ല ഹൈ ഷുഗറായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് എങ്ങനെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം, മരുന്ന് തന്നെ കഴിക്കണോ, മരുന്ന് കഴിച്ചാൽ മാത്രമേ മാറുള്ളൂ, അത്തരത്തിലുള്ള പല പല സംശയങ്ങളും ഉണ്ടാവും. അപ്പോൾ ഷുഗറുള്ള ആൾക്കാർക്ക് പൊതുവേ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ള ഡയറ്റ്, എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം, കാരണം അധികം ആൾക്കാരും ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ലക്ഷണങ്ങൾ അധികം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഈ 300-400 ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇത് എങ്ങനെ പെട്ടെന്ന് കുറച്ചുകൊണ്ട് വരാം, അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഷുഗറുള്ള ആൾക്കാർക്ക് പൊതുവിൽ നമ്മൾ ചെയ്യാൻ പറയുന്ന 3 ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഒരു 4 ടെസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യം പറയുന്നത് നമ്മൾ ഫാസ്റ്റിങ്ങിലുള്ള ബ്ലഡ് ഷുഗർ എത്രയാണെന്ന് നോക്കും. അതേപോലെ തന്നെ PP, അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ എത്രയാണ് നോക്കാം. ഇനി ഇത് രണ്ടും നോക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ റാൻഡമായിട്ട് എത്ര ബ്ലഡ് ഷുഗർ ഉണ്ട് എന്നുള്ളത് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ വേണമെങ്കിൽ നോക്കാം. അതേപോലെ HbA1c എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. 3 മാസത്തെ ആവറേജ് ആയിട്ട് എത്ര ബ്ലഡ് ഷുഗർ ഉണ്ട്. കാരണം ചില ആൾക്കാർക്ക് ചിലപ്പോൾ നല്ല ഹൈ ആയിട്ട് ഷുഗർ ഉണ്ടാവും, ചിലപ്പോൾ അത്ര ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് ആ 3 മാസത്തിൽ എത്ര പേർക്ക് വന്നിട്ടുണ്ട് എന്ന് നോക്കുന്നതിൻ്റെ അളവാണ് ഈ നമ്മൾ പറയുന്ന HbA1c എന്ന് പറയുന്നത്. മോർ ആക്യുറേറ്റ് ആയിട്ടുള്ളത് അതാണ്. പക്ഷേ ഈ ആളുകൾക്ക് ചില ഇത് നോക്കുന്ന സമയത്ത്, ചില ടെസ്റ്റ് നോക്കുന്ന സമയത്ത് ഫാസ്റ്റിങ്ങിൽ ഷുഗർ നോക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ PP, അതായത് ഭക്ഷണത്തിന് ശേഷമുള്ളത് നോക്കുന്ന സമയത്ത് ഭയങ്കര കൂടുതലായിട്ട് കാണാറുണ്ട്. അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അവർ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ്. കാരണം ഫാസ്റ്റിങ്ങിൽ അത്രത്തോളം പ്രശ്നമില്ല, ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഇൻഫ്ലുവൻസ് നല്ലോണം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആയിരിക്കും കൂടുതലായിട്ട്, നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും പറയുന്നത് ഈ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. അതിൽ തന്നെ ഈ ആൾക്കാർ ചോറ് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഞാൻ അരി ഭക്ഷണം കഴിക്കാറില്ല എന്ന് പറഞ്ഞാലും ഈ ഗോതമ്പായിക്കോട്ടെ, ഈ ധാന്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലത്തെ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഉണ്ട്, നമ്മൾ ഈ പറയുന്ന അത്രയില്ല എന്നേ ഉള്ളൂ. ഇനി ചോറ് മുഴുവനായിട്ട് ഒഴിവാക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോറ് മുഴുവനായിട്ട് ഒഴിവാക്കേണ്ട കാര്യമില്ല. കാരണം ചോറ് മുഴുവനായിട്ട് നമുക്ക് ഒഴിവാക്കാനും കഴിയില്ല. അതേപോലെ തന്നെ ചോറ് എന്ത് ചെയ്യുക, നമ്മൾ കുറയ്ക്കുക, നമ്മൾ അളവ് കുറയ്ക്കുക. അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ സൈഡായിട്ട് കഴിക്കുന്നു അതിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾ അരി കഴിക്കുകയാണെന്നുണ്ടെങ്കിലും, തവിടുള്ള അരി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാർബോഹൈഡ്രേറ്റും ഫൈബറും തമ്മിലുള്ള ആ ഒരു ബാലൻസിങ് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ കാണുന്നത് ഈ പറഞ്ഞ പോലെ ദോശ, ഇഡ്ഡലി, അല്ലേ, പുട്ട്, അങ്ങനത്തെ എല്ലാം റൈസ് ഐറ്റംസാണ്. അതിനൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് എല്ലാ ദിവസവും കഴിക്കാതെ അതിന് പകരം നമുക്ക് ഈ ഓട്സ് ആയിട്ടോ, അല്ലെങ്കിൽ റാഗി ദോശയായിട്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓട്സ് വെച്ചിട്ട് നമുക്ക് ഉപ്പുമാവ് പോലെയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. കുറച്ചും കൂടെ എന്താണെന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റിനെക്കാട്ടിലും ഫൈബർ ആയിരിക്കും അപ്പോൾ അവിടെ കുറച്ചുകൂടെ കിട്ടുക. അപ്പോൾ ഈ രാവിലത്തെ ഭക്ഷണത്തിൻ്റെ മുൻതൂക്കം പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നേരം ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് പിന്നെ കഴിക്കുന്ന ഒരു ഫുഡാണത്. അപ്പോൾ നമ്മൾ അതിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ഉള്ളിലേക്ക് കൊടുക്കരുത്, അത് ഭയങ്കര രീതിയിലുള്ള എഫക്റ്റ് ഉണ്ടാക്കും. ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെയാണ്. നമ്മൾ ചോറ് കുറവായിട്ട് കഴിച്ചിട്ട് ബാക്കി പറഞ്ഞ പോലെയുള്ള സാലഡുകളും പച്ചക്കറികളും, ഇനി പ്രോട്ടീൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻസിന് നമുക്ക് എന്ത് കൊടുക്കാം, സോയാബീന്, അതേപോലെ പയർ വർഗ്ഗങ്ങൾ, കടല വർഗ്ഗങ്ങൾ, അങ്ങനത്തെ ഒക്കെ കൊടുക്കാം. അതേപോലെ ഇനി നോൺ വെജ് ആണെന്നുണ്ടെങ്കിൽ മുട്ട, ചിക്കന്, മീൻ, അത്തരം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറയാം. ഇനി ഒരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ കറി വെച്ചിട്ട് കഴിക്കാനായിട്ടാണ് പറയാറുള്ളത്. ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും കറി വെച്ചിട്ട് കഴിക്കുക. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇലക്കറികൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു സൈഡായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ
ഒരു ബാലൻസിങ് വരും. ഇനി കഴിക്കുന്ന രീതിയിലും അതേപോലെ തന്നെയാണ്. ഫൈബറാണ് ഫസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഫൈബർ ഉണ്ടാവാനായിട്ട് നമ്മളതിൽ കൊടുക്കേണ്ടത് എന്തൊക്കെയാണ്? ഈ പറഞ്ഞ പോലെ നല്ല നാരുള്ള പച്ചക്കറികളോ ഇലക്കറികളോ അത് ആദ്യം കഴിക്കുക. അതിനുശേഷം പിന്നെ പ്രോട്ടീൻസ് കഴിക്കുക. നമ്മൾ എന്താണോ വേവിച്ച പയറാണോ അല്ലെങ്കിൽ എന്താണോ വെച്ചിരിക്കുന്നത് അത് ആ പ്രോട്ടീൻ കഴിക്കുക. അതിനുശേഷം കാർബോഹൈഡ്രേറ്റ് എന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി വൈകുന്നേരത്തെ ഭക്ഷണം നോക്കുകയാണെങ്കിൽ വൈകുന്നേരം നമുക്ക് ഓക്കെയാണ്. നമ്മളൊരു ചെറിയ രീതിയിൽ നമ്മൾ ചായയിൽ മധുരമിട്ട് കഴിക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഈ കൂടുതലായിട്ട് നമ്മൾ ഈ ബ്രെഡ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പോൾ മിക്സർ ബേക്കറി ഐറ്റംസ് ആണെങ്കിൽ പോലും അതൊക്കെ ഒഴിവാക്കിയിട്ട് അതിന് പകരം നല്ല നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. കാരണം അതിൽ ഈ പറഞ്ഞ പോലെ ഫൈബറും നമുക്ക് ഫാറ്റി ആസിഡൊക്കെയാണ് അതിൽ നിന്ന് കിട്ടുന്നത്. ഇനി രാത്രിയിലെ ഫുഡ് നോക്കുകയാണെങ്കിൽ അതിലാണ് മെയിൻ ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം രാത്രിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ രാത്രിയിൽ നമ്മൾ കൺട്രോളായിട്ട് ഭക്ഷണം കഴിക്കുക തന്നെ വേണം. എന്ന് വെച്ചാൽ രാത്രിയിൽ ഇപ്പോൾ കഞ്ഞി കഴിക്കുന്ന ആൾക്കാരുണ്ടാവാം. കഞ്ഞി ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഷുഗർ കൂട്ടുന്ന ഒരു ഭക്ഷണമാണ്. ഇനിയിപ്പോൾ ചപ്പാത്തി ആണെങ്കിൽ പോലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അതിന് പകരമായിട്ട് വെറുതെ സാലഡ്സ് എന്ന് വെച്ചാൽ ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ ഉള്ള സാലഡ്സ് കഴിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ അതിൽ തന്നെ നമുക്ക് വേവിച്ചിട്ടുള്ള പയറോ അല്ലെങ്കിൽ വേവിച്ചിട്ടുള്ള കടലയൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാവും ഒന്നുകൂടെ നല്ലത്. അതേപോലെ ചില ആൾക്കാർക്കുള്ള ശീലമാണ് ഭക്ഷണം കഴിച്ച ഉടനെ പോയി കിടക്കുന്നത്. രാത്രിയിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക വെച്ചാൽ തീരെ ഗ്ലൂക്കോസ് ഉപയോഗിക്കാത്ത ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു 10 മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെറുതെ ഒന്ന് നടന്നാൽ തന്നെ നമ്മുടെ മസിൽസ് നന്നായിട്ട് വർക്ക് ചെയ്യും, ഈ ഗ്ലൂക്കോസൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. ഇനി അതേപോലെ നോക്കുകയാണെങ്കിൽ രാത്രിയിൽ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നവർക്കും പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാത്രിയിൽ കുറച്ച് നേരത്തെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി ഈ ഷുഗർ കുറയ്ക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ രാത്രിയിലുള്ള ചില ഭക്ഷണ രീതികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലവർക്കുണ്ട് ഈ രാത്രിയിൽ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക അല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സ് കഴിക്കുക, ഭക്ഷണത്തിന് ശേഷം ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോഴും ഇതേ സെയിം എഫക്റ്റാണ്. ഗ്ലൂക്കോസ് ആണ് ഉള്ളിലേക്ക് ചെല്ലുന്നത്. അതും രാത്രിയിൽ നമ്മളൊന്നിനും ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് അത് അങ്ങനെ തന്നെ നമ്മുടെ രക്തത്തിൽ കിടക്കുകയാണ് ചെയ്യുക. അത് നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഇതാവും. അപ്പോൾ അങ്ങനത്തെ ശീലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അത് പകരം എപ്പോൾ കഴിക്കുക, നമുക്ക് രാവിലത്തെയും ഉച്ചത്തെയും ഭക്ഷണത്തിൻ്റെ ഇടയിൽ ഒരു 11 മണി നേരത്തെ കഴിക്കാം. അതേപോലെ വൈകുന്നേരത്ത് 4 മണി 5 മണി ടൈമിൽ ആ ഫ്രൂട്ട്സ് കഴിക്കാം. പക്ഷെ പല ആൾക്കാരും ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഫ്രൂട്ട്സ് കഴിക്കുക. അതേപോലെ രാവിലെ ആണെങ്കിലും ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ ചായ കുടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതിലൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഷുഗർ കൂടുന്ന ഒരു രീതിയാണുള്ളത്. അതേപോലെ തന്നെ ഈ ഷുഗറുള്ള ആൾക്കാർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഡ്രൈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഫസ്റ്റ് നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പോലെ തന്നെ തുടങ്ങുക. എന്ന് വെച്ചാൽ ഒരു 16 മണിക്കൂർ നമ്മൾ ഉപവാസം ഇരിക്കുക, ഒന്നും ഭക്ഷണമൊന്നും കഴിക്കാതെ വെള്ളം കുടിക്കാം. ബാക്കി 8 മണിക്കൂറിൽ ഭക്ഷണവും വെള്ളം ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യത്തെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് വരിക. അതിനുശേഷമാണ് ഡ്രൈ ഫാസ്റ്റിങ്ങിലേക്ക് പോകേണ്ടത്. ഡ്രൈ ഫാസ്റ്റിംഗ് ആവുന്ന സമയത്ത് നമ്മൾ ഭക്ഷണത്തോടൊപ്പം തന്നെ വെള്ളം ഒഴിവാക്കുന്ന ഒരു രീതിയാണ്. ഇത് ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് രാത്രി 8 മണി മുതൽ നെക്സ്റ്റ് ഡേ രാവിലെ 8 മണി വരെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 12 മണിക്കൂർ ഇടവേള, അല്ലെങ്കിൽ രാവിലെ ഒരു 10 മണി വരെ ഫോളോ ചെയ്യുക, ഒരു 14 മണിക്കൂർ ഇടവേളയിൽ ഫോളോ ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾ ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ഡ്രൈ ഫാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഷുഗറിലൊരു മാറ്റം കാണാൻ സാധിക്കും. പക്ഷേ ഈ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഉയർന്ന ലെവലിൽ ഷുഗർ ഉണ്ടോ, അത് പെട്ടെന്ന് ലോ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ എന്നുള്ളത് നിങ്ങൾ ഡോക്ടറായിട്ട് ചർച്ച ചെയ്യണം. അതേപോലെ തന്നെ പെട്ടെന്ന് ഗ്ലൂക്കോസ് ലോ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ക്ഷീണം, തളർച്ച അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ആദ്യം കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഉടനെ തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്കിൽ നമ്മൾ 1 or 2 ദിവസം മാത്രമേ ഈ കാര്യം ചെയ്യാൻ പാടുള്ളൂ. അത് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ആണോ, നമ്മുടെ ശരീരം അതിനോട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ദിവസവും ഫോളോ ചെയ്യുന്ന ഒരു രീതിയാക്കുക. എന്ന് വെച്ചാൽ രാത്രി 8 മുതൽ 8 വരെയോ അല്ലെങ്കിൽ 8 മുതൽ 10 വരെയോ പ്രത്യേകിച്ച് ഒന്നും കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ഡ്രൈ ഫാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കുടിക്കരുത്, ഭക്ഷണം കഴിക്കരുത്, അങ്ങനത്തെ ഒരു രീതി. പക്ഷെ അത് നമ്മൾക്ക് പെട്ടെന്ന് ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ പല
ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക. ചിലപ്പോൾ ഹൈപ്പോഗ്ലൈസിമിയ അല്ലെങ്കിൽ പെട്ടെന്ന് ഷുഗർ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ ചില ആൾക്കാർക്ക് ഉണ്ടാകാം. അപ്പോൾ അത് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ രാവിലെ നിങ്ങൾ ഈ ഫാസ്റ്റിംഗ് ഒഴിവാക്കുന്ന സമയത്ത് നേരെ പോയിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാതെ ഫസ്റ്റ് ഒരു 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതിനുശേഷം ലഘുവായിട്ടുള്ള സാലഡോ സൂപ്പോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് തുടങ്ങുക. അതിനുശേഷം മാത്രം നിങ്ങൾ മീൽസ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ ഭക്ഷണമായിട്ട് എന്തെങ്കിലും കഴിക്കുക. അങ്ങനെ ആണ് നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് ചെയ്തു വരേണ്ടത്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നടത്തം, ഒരു സാധാരണ നടത്തം ചെയ്യുന്നതിനെക്കാട്ടിലും ചെയ്യാൻ പറ്റുന്ന വേറൊരു രീതിയാണ് HIIT എന്ന് പറയും, ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ് എന്നാണ് പറയുക. ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ നടത്തം തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ അത് വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 30 സെക്കൻഡ് നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക, നെക്സ്റ്റ് 30 സെക്കൻഡ് ഒരു റെസ്റ്റ് മോഡിൽ ഇരിക്കുക എന്നുള്ളതാണ്. ഇതേ കാര്യം ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ സാധാരണ നടത്തം ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മുടെ മസിൽസ് ഈ ഗ്ലൂക്കോസ് വലിച്ചെടുക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ മറ്റേ ഫാസ്റ്റിങ്ങിൻ്റെ കാര്യം, അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്നുള്ളത് ഡോക്ടറായിട്ട് ചർച്ച ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം ഫോളോ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഈ 300-400 ഒക്കെ ഷുഗർ വരുന്നത് പറഞ്ഞാൽ അധികവും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഷുഗർ ഉണ്ടെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഷുഗറുള്ള ആൾക്കാർക്ക് ഉണ്ടാവുക, എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് 3 കാര്യങ്ങളായിട്ട് പറയാം. മെയിനായിട്ടുള്ള 3 ലക്ഷണങ്ങളാണ് ഉണ്ടാവുക. ഒന്നാമത്തേത് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകുന്നത്, അതിപ്പോൾ കൂടുതലായിട്ടും രാത്രിയിലാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ദാഹം കൂടുതലായിട്ട് എടുക്കുന്നത്, വായ മൊത്തം വരണ്ടിരിക്കുന്ന പോലെയും ദാഹം കൂടുതലായിട്ട് എടുക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇനി മൂന്നാമത്തെന്ന് പറയുന്നത് വിശപ്പ് കൂടുതലായിട്ട് എടുക്കുന്ന രീതിയാണ്. ഫുഡ് കഴിച്ചാലും പിന്നെ കഴിക്കണം എന്നുള്ളൊരു വിശപ്പ് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ഇതിൻ്റെ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോയി കഴിഞ്ഞാലാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ന്യൂറോപ്പതി, അല്ലെങ്കിൽ കാലിലെ തരിപ്പ്, കാലിൻ്റെ അടിയിലുള്ള പുകച്ചിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതേപോലെ റെറ്റിനോപ്പതിയിലേക്കാണ് പോകണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കണ്ണിന് കാഴ്ച മങ്ങുക, അല്ലെങ്കിൽ കാഴ്ച കുറയുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് റെറ്റിനോപ്പതിയായി മാറുമ്പോഴാണ്. ഇനി നെഫ്രോപ്പതി നോക്കുകയാണെങ്കിൽ അത് കിഡ്നിയിലെ ഡാമേജുകൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ മൂത്രത്തിൽ പത ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ നെഫ്രോൺ ഡാമേജ് കൊണ്ട് കറക്റ്റായിട്ട് ഫിൽട്ടർ ആവാതിരിക്കുക, യൂറിൻ കറക്റ്റായിട്ട് ഫിൽട്ടർ ആവാതിരിക്കുക, അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതേപോലെ തന്നെ ആൾക്കാർക്ക് പൊതുവിലുള്ളൊരു സംശയമാണ് ഈ ഷുഗറിൻ്റെ മരുന്ന് കുറേ കാലം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ, കിഡ്നി പോകുമോ എന്നുള്ളത്. പക്ഷേ നമ്മൾ ഷുഗറിന് മരുന്ന് കഴിക്കാതെ അല്ലെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യാതെ വെച്ചിട്ട് നമ്മൾ കിഡ്നി കേടാക്കുന്നതിനേക്കാട്ടിലും എത്രയോ നല്ലത് ഷുഗറിന് മരുന്ന് എടുക്കുന്നതാണ്. കാരണം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മളിത് കൺട്രോൾ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഞാൻ പറഞ്ഞ പോലെ നെഫ്രോപ്പതി, കിഡ്നീനാണ് ബാധിക്കുക. അപ്പോൾ ഷുഗർ എപ്പോഴും കൺട്രോളിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഷുഗർ കുറവുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഡ്രൈ സ്കിന്നിലുള്ള ചൊറിച്ചിലുകൾ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യുന്നതിന് കൂടെ തന്നെ ഷുഗറിന് മരുന്ന് കഴിക്കണം. ഇനി ഷുഗർ ഉള്ളവർക്ക് എപ്പോഴും ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ ഇൻഫെക്ഷന് മാത്രം മരുന്ന് കഴിച്ചുകൊണ്ട് കാര്യമില്ല, ഷുഗറും കൂടെ കൺട്രോൾ ചെയ്താൽ മാത്രമേ ഇൻഫെക്ഷൻസൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഷുഗർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് മരുന്നും ബാക്കി കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഡയബറ്റീസിൻ്റെ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.